കഴിച്ചില്ലേ? എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. എത്ര നേരമായി ഇങ്ങനെ കഴിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട്? നമുക്കാർക്കും മരണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കുട്ടി. നമുക്കും പോകേണ്ട ഒരു സമയമുണ്ട്. അന്ന് നമ്മുടെ യാത്രയും ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കും. അച്ഛന്റെ ആത്മാവ് നീ പട്ടിണി കിടക്കുന്നതും സങ്കടപ്പെടുന്നതും സഹിക്കില്ല. അച്ഛനെ ഓർത്ത് കുറച്ച് കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാമേ. തലയ്ക്കകത്ത് എന്തൊരു മൂളല് പോലെ, ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ആന്റി. ആ സാറാ, മോളൊന്നും കഴിക്കുന്നില്ല സാറാ. മനസ്സിനൊരല്പം സ്വസ്ഥത ഉണ്ടാക്കാനും പറ്റുന്നില്ല. ഇതിനകത്ത് തന്നെ ഇരിക്കുമ്പോ നിത്യയുടെ ചിന്തകളിൽ ഒരു മാറ്റവും വരില്ല. ഞാൻ നിത്യം കൊണ്ടത് പുറത്തു പോട്ടെ ആന്റി. വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഇരിക്കാം. നല്ല കാര്യമാണ് മോളെ. ഇവിടെ ഇരുന്ന ഓരോ വാക്കിലും ഓരോ ചിന്തയിലും നീ കരഞ്ഞുകൊണ്ടേയിരിക്കും. പുറത്താവുമ്പോ മറ്റുള്ളവരെ കാണാതിരിക്കാനെങ്കിലും നീ കരച്ചിൽ നിർത്തും. നിത്യ, നമുക്ക് പോവാടോ. മോളെ, എഴുന്നേറ്റ് പോയി റെഡി ആയിക്കേ. വാ. സാറാ, അവൾ ആകെ തകർന്നു നിൽക്കുക. അവളെ നോക്കിക്കോണം. പേടിക്കണ്ട ആന്റി, എങ്ങനെയെങ്കിലും അവളെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഞങ്ങൾ പോകുന്നിടത്ത് ജീവൻ വരാതെ ആന്റി നോക്കിയാൽ മതി. സാഹചര്യവും സന്ദർഭമൊന്നും ജീവന് പ്രശ്നമല്ലല്ലോ. അവൻ വരില്ല. നിങ്ങൾ പൊയ്ക്കോളൂ.